സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസ് ഫോറം ഹാളിൽ സായാഹ്ന മാധ്യമ സംഗമം ഒരുക്കി. മുൻ കണ്ണൂർ VC ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കണമെന്ന ആവശ്യം NHM എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. വ്യാപാരി വ്യവസായി സമിതി പെരിയ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. അനുമോദന യോഗവും സംഘടിപ്പിച്ചു. അജാനൂർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. കേരള സ്റ്റേറ്റ് ഹയർ ഗൂഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പന്തൽ അലങ്കാരം ശബ്ദം വെളിച്ചം മാലക്കല്ല് മേഖലാ സമ്മേളനം നടന്നു. പൈനീക്കര ജോയ്സ് ഹോം സ്റ്റേയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ദുരന്തഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാനുള്ള വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. ട്രാക്ക് കാസർഗോഡുമായി സഹകരിച്ചാണ് പരിശീലനം നൽകിയത്. DYFI പാടാങ്കോട്ട് യൂണിറ്റ് സമ്മേളനം നടന്നു. അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസ് ഫോറം ഹാളിൽ സായാഹ്ന മാധ്യമ സംഗമം ഒരുക്കി. മുൻ കണ്ണൂർ VC ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസ് ഫോറം ഹാളിൽ സായാഹ്ന മാധ്യമ സംഗമം ഒരുക്കി. മുൻ കണ്ണൂർ VC ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. മരിച്ചു പോയാലും നിങ്ങളുടെ ജീവിതം സഫലമായ ജീവിതമാണ്. പിന്നെ ഇതിൽ വരെ എന്ത് വേണം, നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് പിറന്നു വീണത്, എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ അവർ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഇവരെ കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ള ആളുകളുണ്ട്. സ്വന്തം കുടുംബത്തിന് വൈഫിന് ഒരു സാരി പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ, ഓണക്കോടി കൊടുക്കാൻ സാധിക്കാതെ, ഒരു യാത്രക്ക് പോലും സുഹൃത്തിനോട് കടം വാങ്ങി പോകേണ്ട എത്ര പത്രപ്രവർത്തനങ്ങളുടെ അവർക്ക് തൃപ്തിയാണ്. എന്താ ഇതിന്റെ കാരണം? സാഹിത്യകാരന്മാരെ പോലെയല്ല, അവർക്ക് വീട്ടിൽ വിശദമായി ഇരുന്ന് അവർക്ക് ആവശ്യമുള്ള സമയത്ത് പുസ്തകം എഴുതി തീർത്താൽ മതി. പത്രക്കാരങ്ങനെയല്ലല്ലോ. അവരെഴുതുന്ന സാധനം എത്ര ഗൗരവതരമാണെങ്കിലും മാത്രമേ ആളുകൾ വായിക്കില്ല. ജില്ലാ പ്രസിഡന്റ് VV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിച്ചിത്താനം, മലബാർ വാർത്ത എഡിറ്റർ ബഷീർ ആറങ്ങാടി, ഉത്തരദേശം പത്രാധിപർ മുജീബ് അഹമ്മദ്, മാട്ടുമൽ ഹസൻ ഹാജി, PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഡോക്ടർ C ബാലൻ ആദര സമർപ്പണം നടത്തി. STFK സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, MO വർഗീസ്, P പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി N ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ ഖാലിദ് പൂവൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കണമെന്ന ആവശ്യം NHM എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. തുല്യ ജോലിക്ക് തുല്യവേതനം നൽകണമെന്നും മിനിമം വേതനം 26,000 ആക്കണമെന്നും സർക്കാർ സംവിധാനത്തിലുള്ളതുപോലെ തന്നെ പ്രസവ അവധിയും മെഡിക്കൽ അവധിയും NHM ജീവനക്കാർക്കും പൂർണ്ണതോതിൽ നടപ്പിലാക്കണമെന്നും രാജ്യത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന നാഷണൽ ഹെൽത്ത് മിഷൻ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നുമ്മൽ എമിറേറ്റ്സ് ഹോട്ടലിൽ നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരാൾക്ക് സെക്രട്ടറി ആവാൻ സാധിക്കും, ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ സാധിക്കും. നമ്മളെല്ലാം സെക്രട്ടറി പ്രസിഡന്റുമാരാണ്. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനാണ് സെക്രട്ടറി പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അവർ നമ്മുടെ സംഘടന എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാവണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ ഓരോ അംഗവും അതുമായി ബന്ധപ്പെട്ട കടമ നിർവഹിച്ചേ പറ്റും. ഇവിടെ ഭരണപക്ഷം പ്രതിപക്ഷമില്ല. നമ്മുടേതാണ് സംഘടന, നമ്മളാണ് പ്രവർത്തകർ, നമ്മളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ നോക്കിക്കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് വിജയപരാജയങ്ങളെ സംബന്ധിച്ച് വിശകലനം ചെയ്യുമ്പോൾ സ്വയം വിമർശനപരമായി ഓരോ മെമ്പർമാരും തങ്ങൾ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ചു വന്ന കാര്യം സവിസ്തരമായ പരിശോധന നടത്തണമെന്നും ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് M രാഘവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ T ഷിജു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു.
അനീഷ് മോഹൻ, സിമി രവീന്ദ്രൻ, എ ശ്യാംകുമാർ, ഡോക്ടർ എ സ്മിത, ജിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. വാർഷിക റിപ്പോർട്ട്, വരവ് ചിലവ് കണക്ക്, രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം എന്നിവയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കളായ നക്ഷ് നിതിൻ, അലീഷ ലൂക്ക്, അഷത ശിവപ്രസാദ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ഷിജി ശേഖർ സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായി എം രാഘവനെ പ്രസിഡന്റായും ജി കെ സീമ, എം ശ്യാംകുമാർ, ജിജി ജോസഫ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഷിജി ശേഖറിനെ സെക്രട്ടറിയായും, സിമി രവീന്ദ്രൻ, ബിനോ കെ തോമസ്, ഡോക്ടർ എ സ്മിത എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, അനീഷ് മോഹനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വ്യാപാരി വ്യവസായി സമിതി പെരിയ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. അനുമോദന യോഗവും സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി പെരിയ യൂണിറ്റ് കൺവെൻഷനും വ്യാപാരമിത്ര പദ്ധതി വിശദീകരണവും SSLC+2 ഉന്നത വിജയികളെ അനുമോദിക്കലും പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം ടി സത്യൻ പടനക്കാട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളെ പുനരധിവസിപ്പിക്കണം, അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയ സംഘടനയാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായ സമിതി. ഇപ്പോൾ വ്യാപാരികൾക്ക് ചെറിയൊരു നഷ്ടപരിഹാരം മാത്രമേ സർക്കാർ നൽകാൻ തയ്യാറായിട്ടുള്ളൂ. ഇതിന്റെ ഭാഗമായി കണ്ണൂരിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അതിന് ഇപ്പോൾ നല്ലൊരു നഷ്ടപരിഹാരം തുക പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ ഇപ്പോൾ വീണ്ടും അപ്പീൽ പോയിരിക്കാമെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മുടെ സംഘടന വ്യാപാരികളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായ സമിതി പുതിയ ഒരു പദ്ധതിക്ക് രൂപം നൽകാൻ പോവുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV സുകുമാരൻ വ്യാപാരമിത്ര പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് SSLC+2 LSS USS പരീക്ഷകളിൽ വിജയിച്ച വ്യാപാരി വ്യവസായി അംഗങ്ങളുടെ മക്കളെയും അംഗങ്ങളുടെ പീടികയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ മക്കളെയും അനുമോദിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർ TV അശോകൻ, വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് കമ്മിറ്റി അംഗം M ഗംഗാധരൻ, N ബാലകൃഷ്ണൻ, A മോഹനൻ നായമ്പാറ, K ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി P അനീഷ് ദീപം സ്വാഗതവും യൂണിറ്റ് ട്രഷറർ AP അശോകൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വച്ചായിരുന്നു ചടങ്ങ് നടന്നത്. അജാനൂർ ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടന്നത്. പുതിയ പ്രസിഡന്റ് CM കുഞ്ഞബ്ദുള്ളയ്ക്കും മറ്റു ഭാരവാഹികൾക്കും മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ രാജൻ N നമ്പൂതിരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. എന്നൊരു ലയൺ മെമ്പർ എന്നുള്ള രീതിയിൽ ഒരു സംതൃപ്തി, ഒരു കണ്ടന്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സദസ്സിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. മറ്റൊന്നുമല്ല, ഒരുപക്ഷെ എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ വടക്ക് ഭാഗത്ത് അജാനൂർ ഇതിൻ്റെ ഏറ്റവും വടക്കേ ഭാഗത്തേക്ക് എത്തുവാനും ഇന്ന് ഇത്രയും വലിയൊരു ഗംഭീര സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനോ അല്ലെങ്കിൽ വന്നപ്പോൾ തന്നെ വന്ന മാത്രയിൽ തൊട്ട് അജാനൂർ ലയൺസ് ക്ലബിലെ മെമ്പേഴ്സിൻ്റെ ഒരു ആതിഥേയം അനുഭവിക്കാനുള്ളൊരു ഭാഗ്യവും എനിക്കുണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇന്ന് വന്നപ്പോൾ തൊട്ട് തന്നെ ലയൺ ഷംസുവിൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും അതിനുശേഷം ഇവിടെ വരുമ്പോൾ വളരെ പ്രൗഢഗംഭീരമായ രീതിയിലുള്ള വാദ്യഘോഷാദികളോടുകൂടിയുള്ള ഒരു സ്വീകരണവും ഒക്കെ ആയിട്ട് ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇവിടെ ഒരു പ്രോഗ്രാം സാധാരണഗതിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു റീജിയൻ കോൺഫറൻസ് നടത്തുന്നത് പോലെയാണ് ക്ലബിന്റെ ഇൻസ്റ്റലേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് സ്വപ്നേവി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ള കാര്യം ഏറ്റവും സന്തോഷത്തോടു കൂടി അറിയിക്കട്ടെ. അതും തികച്ചും 4 വർഷം മാത്രം പിന്നിട്ട ഒരു ക്ലബ്ബ്. അതിൻ്റെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ബാലാരിഷ്ടതകളൊക്കെ വിട്ടുമാറുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ രീതിയിലും വളരെ കൃത്യമായി ചിട്ടയോടുകൂടി വളരെ അച്ചടക്കത്തോടു കൂടി അതും
സകുടുംബം ഇവിടെ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രാരംഭ ദശകളിൽ ക്ലബിന്റെ നേതൃത്വം നൽകിയ ഒരു ദിശാബോധവും ചിട്ടവട്ടങ്ങളുമാണ് ഇതിന് കാരണം എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ചാർട്ടർ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീം ഓഫ് ഓഫീസ് ബേയേഴ്സും ഉണ്ടാക്കിയ ഒരു കീഴ്വഴക്കത്തിന്റെ കാഴ്ചയാണ്, അതിന്റെ ഒരു ബാക്കിപത്രമാണ് ഇതെന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ അറിയിക്കട്ടെ. അജാനൂർ ലയൺസ് ക്ലബിന്റെ സ്നേഹത്തിന്റെ, ഉത്തരവാദിത്തത്തിന്റെ, അതുപോലെ തന്നെ ഏറ്റവും അധികാരത്തിന്റെ സിമ്പലായിട്ടുള്ള ഗ്യാവൽ എല്ലാവരുടെയും അനുമതിയോടുകൂടി, അനുവാദത്തോടുകൂടി, അനുജ്ഞയോടുകൂടി ഞാൻ കുഞ്ഞിക്ക് നൽകുകയാണ്. കൊടുത്തോട്ടെ. ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന പ്രോജക്റ്റുകൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ കൊടുത്തോളം പറയുമ്പോൾ എല്ലാവിധത്തിലുമുള്ള എല്ലാ പിന്താങ്ങലും ഉണ്ടാകണമെന്നുള്ളതോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി, പിടിയുടെ അനുവാദത്തോടുകൂടി ഞാനത് ഏൽപ്പിക്കുകയാണ്. ക്ലബ് പ്രസിഡന്റ് കെ വി സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് പുതിയ മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാലൻ, ഡിസ്ട്രിക്ട് അഡ്വൈസർ സുകുമാരൻ നായർ, റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട്, സോൺ ചെയർപേഴ്സൺ ഡോക്ടർ സി കെ ശ്യാമള, അഷ്റഫ് എം ബി മൂസ, സമീർ ഡിസൈൻസ്, കെ പി അബ്ദുൽ സലാം, എ ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ജെയ്സൺ തോമസ് സ്വാഗതവും സെക്രട്ടറി സുബോധ് എം കെ നന്ദിയും പറഞ്ഞു. വയനാട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ലയൺസ് ഹോസ്പിറ്റലിന് MBM അഷ്റഫ്, CM കുഞ്ഞബ്ദുള്ള എന്നിവർ നൽകിയ 2 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് കൈമാറി. സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള അവാർഡ് അഷ്റഫ് MB മൂസയ്ക്കും ബിസിനസ് എക്സലൻസ് അവാർഡ് ഷംസുദ്ദീൻ മാണിക്കോത്തിനും നൽകി. രോഗികൾക്ക് വീൽചെയറുകൾ, വിശക്കുന്നവർക്ക് അന്നം പദ്ധതി, ക്ലബ് സപ്ലിമെന്റ് എന്നിവ ചടങ്ങിൽ വെച്ച് പ്രകാശനം ചെയ്തു. പുതിയ പ്രസിഡന്റായി CM കുഞ്ഞബ്ദുള്ള, സെക്രട്ടറിയായി സുബോധ്, ട്രഷററായി A ഹമീദ് ഹാജി എന്നിവരും സഹഭാരവാഹികളും സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് ഹയർ ഗൂഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പന്തൽ അലങ്കാരം ശബ്ദം വെളിച്ചം മാലക്കല്ല് മേഖലാ സമ്മേളനം നടന്നു. പൈനിക്കര ജോയ്സ് ഹോം സ്റ്റേയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ 3ാമത് മാലക്കല്ല് മേഖലാ സമ്മേളനവും SSLC+2 ഗ്രാജുവേഷൻ വിജയികൾക്ക് അനുമോദനവും പൈനിക്കര ജോയ്സ് ഹോം സ്റ്റേയിൽ വെച്ചാണ് നടന്നത്. ജവഹർ ഹവ ആക്ട് ബോർഡ് അംഗം ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 11 സമ്മേളനങ്ങളും നമ്മുടെ മേഖലാ സമ്മേളനങ്ങൾ പൂർത്തിയായി. ഇനി 3 സമ്മേളനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഉപ്പള, മുള്ളേരിയ, കാസർഗോഡ്. ഈ 3 മേഖലാ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ മേഖലാ സമ്മേളനങ്ങളൊക്കെ പൂർത്തീകരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊക്കെ അറിയാം, ഒക്ടോബർ 15, 16, 17 തീയതികളിൽ നമ്മുടെ ജില്ലാ സമ്മേളനം കാലിക്കടവ് വെച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം. ഏതൊരു ജനാധിപത്യ സംഘടനകളിലും നിലവിലില്ല. മേഖലാ പ്രസിഡന്റ് ബാലൻ കെ അധ്യക്ഷത വഹിച്ചു. മധുകുമാർ സ്വാഗതം പറഞ്ഞു. പ്രശാന്ത് കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സജി ഏഞ്ചൽ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. ഹംസ എസ് SSLC+2 ഗ്രാജുവേഷൻ വിജയികൾക്ക് അനുമോദനം നൽകി. ഫിറോസ് പടിഞ്ഞാർ, മൂസ PM, നാസർ മുനമ്പം, സന്ധ്യ പ്രശാന്ത്, സിനി സജി, അഞ്ജുഷ സുനിൽ എന്നിവർ സംസാരിച്ചു. CC ബെന്നി പ്രമേയം അവതരിപ്പിച്ചു. പന്തൽ അലങ്കാര സാധനങ്ങളുടെ അനിയന്ത്രിതമായി വില വർദ്ധിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 2025-2028 പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. സുനിൽകുമാർ PS പ്രസിഡന്റായും മധുകുമാർ MR ജനറൽ സെക്രട്ടറിയായും ഏഞ്ചൽ സജിയെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ദുരന്തഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാനുള്ള വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. ട്രാക്ക് കാസർഗോഡുമായി സഹകരിച്ചാണ് പരിശീലനം നൽകിയത്. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ദുരന്തഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാനുള്ള വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. ട്രാക്ക് കാസർഗോഡുമായി സഹകരിച്ചാണ് പരിശീലനം നൽകിയത്.
ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി IPS പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോലീസ് പറയുന്ന ഒരു സന്ദർഭം. എൻ്റെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 16-17 ലാഖ് പോപ്പുലേഷൻ ആണുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ആകെ 1600 ആളുകൾ മാത്രമാണ്. അതിൽ പല ഡ്യൂട്ടിക്ക് മൊത്തം എടുത്താൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഏകദേശം 1000 പോലീസുകാരാണ്. ഈ 1000 പോലീസുകാർ വെച്ചിട്ട് എനിക്ക് പോലീസിങ് നടത്താൻ പറ്റും. പക്ഷേ അത് എഫക്റ്റീവ് ആവുമെന്ന ഒരു സംശയം എല്ലാ സമയമുണ്ട്. ഈ ഉദ്ദേശത്താണ് കേരള പോലീസ് ജനമൈത്രി പദ്ധതി തുടങ്ങിയത്. 2008 2011 നമ്മുടെ കേരള പോലീസ് ആക്ട് പ്രകാരം ജനമൈത്രി പോലീസിന്റെ ഒരു ഫോർമലായിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ നമുക്ക് കേരളത്തിൽ അകത്ത് വന്നത്. കാഞ്ഞങ്ങാട് DVSP ബാബു പെരിങ്ങേത്ത പദ്ധതി വിശദീകരിച്ചു. ട്രാക്ക് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ KPV രാജീവൻ, കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി MK ഷിബു, ട്രാക്ക് സെക്രട്ടറി V വേണുഗോപാൽ, കേരള പോലീസ് അസോസിയേഷൻ മെമ്പർ V ശ്രീജേഷ് എന്നിവർ സംസാരിച്ചു. ഹോസ്റ്റർക്ക് ഇൻസ്പെക്ടർ P അജിത് കുമാർ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. BLS ട്രെയിനർ ഡോക്ടർ MK വേണുഗോപാലൻ, JCI അന്താരാഷ്ട്ര പരിശീലകൻ V വേണുഗോപാലൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ എന്നിവർ ക്ലാസുകളെടുത്തു. ദുരന്തഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാൻ ഹോസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നതുപോലെ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ജനമൈത്രി വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി വോളണ്ടിയർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അഭിപ്രായപ്പെട്ടു. സമാപന പരിപാടിയിൽ ഹോസ്റ്റർ സബ് ഇൻസ്പെക്ടർ MV വിഷ്ണുപ്രസാദ് വോളണ്ടിയർ കാർഡ് വിതരണം ചെയ്തു. ട്രാക്ക് ട്രഷറർ K വിജയൻ, ജോയിന്റ് സെക്രട്ടറി KT രവികുമാർ, എക്സിക്യൂട്ടീവ് മെമ്പർ വിനോദ് കുമാർ പട്ടേന, ഇടയിലം രാധാകൃഷ്ണൻ നമ്പ്യാർ, P ഭാർഗവൻ എന്നിവർ സംസാരിച്ചു. ജനമൈത്രി പോലീസ് M സുനിൽകുമാർ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. പരിശീലന പരിപാടിയിൽ ഹോസ്റ്റർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ വാർഡുകളിലെ 76ഓളം വോളണ്ടിയർമാർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. DYFI പാടാങ്കോട്ട് യൂണിറ്റ് സമ്മേളനം നടന്നു. അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. DYFI പടാങ്കോട്ട് യൂണിറ്റ് സമ്മേളനവും അനുമോദന സദസ്സും വിവിധ പരിപാടികളോടെയാണ് നടന്നത്. ബ്ലോക്ക് കമ്മിറ്റി അംഗം ജയനാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുടങ്ങാതെ പൊതിച്ചോറ് കൊടുക്കുന്ന അല്ലെങ്കിൽ രക്തദാനം മുടങ്ങാതെ നടത്തുന്ന ഒരു സംഘടനയായിട്ടായിരിക്കും അവർക്ക് DYFIയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. കുറെ കൂടി DYFIയുടെ ഒരു സമരകാലത്തെ അനുഭവിച്ച ആളുകൾക്ക് DYFI എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായിട്ടുള്ള സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാക്കിയ DYFI കാലത്തെ കുറിച്ച് ഓർമ്മ വരും. ഭരണത്തിനെതിരായിട്ട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയ, തെരുവുകളിൽ ആദ്യമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടത്തിയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു 30 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അവരുടെ ഒരു സമരകാലം അങ്ങനത്തെ കാലമായിരുന്നു. അതിനേക്കാളും പ്രായമുള്ള ആളുകൾക്ക് കുറെ കൂടി രൂക്ഷമായിട്ടുള്ള DYFI നെറുകേടുകൾക്കെതിരായിട്ട് വലിയ രീതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തൊക്കെ വലിയ രീതിയിൽ അത്തരം അനീതികൾക്കെതിരായിട്ട് പോരാട്ടം നടത്തിയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താറുണ്ട്. DYFI എല്ലാ കാലത്തും ഓരോ കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ് നടത്തുക. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തുന്ന സംഘടനാ പ്രവർത്തനവും ആ നിലയിൽ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം. പൊതിച്ചോറും രക്തവും എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ജില്ലാശുപത്രിയിൽ ഒരു ദിവസം പൊതിച്ചോറ് ക്യൂ നിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു ദിവസം പുല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ പൊതിച്ചോറിന്റെ വണ്ടിയിലൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ദിവസം പൊതിച്ചോറ് മുടങ്ങിക്കഴിഞ്ഞാൽ എത്ര പ്രയാസമായിരിക്കും അവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവുക. അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രജീഷ് സ്വാഗതം പറഞ്ഞു. അനൂപ് തട്ടുമൽ ചടങ്ങിൽ സംസാരിച്ചു. യൂണിറ്റ് അംഗം അനീഷ് കൊമ്മട്ട നന്ദിയർപ്പിച്ച് സംസാരിച്ചു. LSS, USS, SLC, +2, NMMS എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയികളായവരെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖില കേരള യാദവ സഭ തണ്ണോട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. അഖില കേരള യാദവ സഭ വനിതാ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് P രാജേശ്വരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള യാദവ സഭ തണ്ണോട്ട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 2024-25 വർഷത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെ ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി അനുമോദിച്ചു. ശ്രീഹരി, അഭിഷേക്, തൃഷ, അൻവിത, ശ്രീനന്ദ, ആതിരാകൃഷ്ണ എന്നിവരെയാണ് അനുമോദിച്ചത്. അഖില കേരള യാദവ സഭ വനിതാ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് P രാജേശ്വരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്തു.
എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യാദവ സഭയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിൻ്റെ സംഘടന വളരണമെങ്കിൽ നമ്മുടെ കുട്ടികൾ തന്നെയാണിത് മനസ്സിലാക്കി ഓരോ പരിപാടിയിലേക്കും അവരെത്തിച്ചേരേണ്ടത്. എങ്കിൽ മാത്രമേ, ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും 10ാം ക്ലാസ് പാസ്സായി നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടാവും. എന്നാലും ഇത് നിങ്ങളുടെ ആദ്യ പടിയാണ്. അതിനപ്പുറം നിങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. നിങ്ങളുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, സഹോദരന്മാരെല്ലാം ഓരോ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കണമെന്നുള്ളൊരു മനസ്സോടുകൂടിയായിരിക്കും നിങ്ങളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പറഞ്ഞയക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി. യാദവസഭ സംസ്ഥാന സെക്രട്ടറി ബാബു കുന്നത്ത്, തണ്ണോട്ട് യൂണിറ്റ് വനിതാ കമ്മിറ്റി ഖജാൻജി കെ ഉഷ, സെക്രട്ടറി എം സരസു, പ്രസിഡന്റ് പി സരോജിനി, പി അനിത എന്നിവർ സംസാരിച്ചു. ആലക്കോടൻ രാജൻ സ്വാഗതവും കരിപ്പാടക്കൻ രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റും CPIM നേതാവുമായ M കർത്തമ്പു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് നടന്ന യോഗം CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. അജാനൂരിലും പരിസര പ്രദേശങ്ങളിലും ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റും CPIM നേതാവുമായ M കർത്തമ്പുവിന്റെ 2ാം ചരമവാർഷികാചരണവും അനുസ്മരണ പൊതുയോഗവും CPIM അജാനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. വെള്ളിക്കോത്ത് നടന്ന അനുസ്മരണ പൊതുയോഗം CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിൽ പറഞ്ഞത് അനുസ്മരണ പരിപാടികൾ CPM സംഘടിപ്പിക്കുന്നതിൽ VSന്റെ വിയോഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നില്ലേ? ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഈ മുദ്രാവാക്യം വിളിക്കുന്നത് സത്യത്തിൽ ഹിന്ദു അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളായ ആളുകൾ പറയുന്ന മരിച്ചുപോയവരുടെ ഓർമ്മ ദിനത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ രൂപത്തിൽ കാക്കയായി വലിച്ചോറ് കുത്തി തിന്നാൻ വരുന്ന ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് എന്നാണ് ശശികല ടീച്ചർ പറഞ്ഞത്. വിളിച്ച മുദ്രാവാക്യം, നമ്മൾ വിളിച്ച മുദ്രാവാക്യം ഇല്ല ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ്. സത്യത്തിൽ അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ശശികല ടീച്ചർ ഒരു ഹിന്ദു ഐക്യവേദിയുടെ നേതാവായി, സംഘപരിവാരത്തിന്റെ RSSന്റെ പ്രവർത്തകയായി പ്രവർത്തിക്കുന്നു എന്നത് തന്നെ അവർ ഒരു അന്ധവിശ്വാസ ജടിലമായ വേണ്ടത്ര പുരോഗമന ചിന്തയില്ലാത്ത ഒരാളാണ് എന്ന് തെളിയിക്കുന്നതാണ്. ആലിങ്കാൽ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M പോക്ലൻ, മൂലക്കണ്ടം പ്രഭാകരൻ, ദേവി രവീന്ദ്രൻ, ശിവജി വെള്ളിക്കോത്ത്, V ഗിനീഷ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി VV തുളസി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദനവും ഉപഹാര വിതരണവും നടന്നു. ജവാൻ ക്ലബിൽ വച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുമോദനവും ഉപഹാര വിതരണവും സംഘടിപ്പിച്ചത്. 2024-25 വർഷത്തിൽ ക്ലബ് പരിധിയിൽ നിന്ന് SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 2024-25 വർഷത്തിൽ LSS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത്. DYFI കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷാലു മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. വിജയോത്സവത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ വിജയത്തിന് അവർ നിദാനമായി വർത്തിക്കുമ്പോഴാണ് അവരുടെ വിജയം ഏറ്റവും മഹത്വപൂർണ്ണമായി മാറുന്നത്. ഓരോ വിജയവും നമ്മുടെ സമൂഹത്തിനകത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായി തീരുമ്പോഴാണ് നിങ്ങളുടെ വിജയത്തിന് മാധുര്യമുണ്ടാവുക. കേവലമായ പരീക്ഷകൾക്കപ്പുറമുള്ള വിജയങ്ങൾക്കിപ്പുറം എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മനുഷ്യരുടെ ആകെയുള്ള ഉന്നമനത്തിനു വേണ്ടി തങ്ങളുടെ വിജയപ്രഭ ചൊരിയാൻ കഴിയുമ്പോൾ ഏറ്റവും മനുഷ്യത്വപൂർണമായ ഒരു നല്ല കാലത്തെയാണ് നമുക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിയുന്നത്.
എഴുത്ത് പരീക്ഷകൾക്കകത്ത് വിജയിച്ചു വരുന്ന കുട്ടികൾ നിങ്ങൾ നാടുകളിൽ സമൂഹത്തിന്റെ വിവിധ തുറകൾക്കകത്ത് ഭാഗധേയമായി പ്രവർത്തിക്കേണ്ടവരാണ്. അങ്ങനെ ഭാഗധേയമായി പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിന് ആകെ വെളിച്ചം വീശാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാടിനകത്തുനിന്ന് ഉയർന്നു വരുന്ന ഈ പ്രതിഭകൾക്ക് മാറാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ക്ലബ് പ്രസിഡന്റ് കുതിരമൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിനോദ് കുമാർ, ബി ഗംഗാധരൻ, വി രാജൻ, എ വി പവിത്രൻ, എം നാരായണൻ, എ ബാലൻ, ടി വി രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. പി സുനിൽകുമാർ സ്വാഗതവും പി കെ മഞ്ജീഷ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ മെഡിക്കൽ ഓഫീസും ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല റെഡ് റിബൺ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ വച്ചായിരുന്നു പരിപാടി നടന്നത്. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തോടനുബന്ധിച്ച് 8, 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ് ജില്ലാതല റെഡ് റിബൺ എയ്ഡ്സ് ബോധവൽക്കരണ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റ് 2025ന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. പ്രശ്നോത്തരി മത്സരത്തിൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ എം മറിയമത്ത് ഷാക്കിറ, വി പി സുഹ മെഹജബിൻ എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഹൃദ്ജയ്, ധന്യ വിനോദ്, ഇ രാജശ്രീ എന്നിവർ 2ാം സ്ഥാനവും വരക്കാട് VKHSS +1 വിദ്യാർത്ഥികളായ PP അസ്ന, നവമി നരേന്ദ്രൻ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറച്ചുകൂടെ സൊസൈറ്റിക്ക് എന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ പ്രായത്തിൽ നിങ്ങൾ മോൾഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോലെയുള്ള കുറച്ച് മുതിർന്നവരുടെ ഉത്തരവാദിത്വമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെങ്കിലും ഈ ഒരു കിസ് അത്തരത്തിലേക്ക് മാറ്റുവാനായിട്ട് ഒരു പരിശ്രമം നമ്മുടെ ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ നേരത്തെ ആരോ ലത്തീഫ പറഞ്ഞെന്ന് തോന്നുന്നു. നിങ്ങളുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനായിട്ട് കൂട്ടാം. ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ ആരതി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ഹസീബ് PP നന്ദിയും പറഞ്ഞു. NSS യുവജാഗരൺ ജില്ലാ കോർഡിനേറ്റർ സമീർ സിദ്ദിഖ് സംസാരിച്ചു. ആനന്ദാശ്രമം കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജോ പ്രശ്നോത്തരി മത്സരം നയിച്ചു. കാഞ്ഞങ്ങാട് ദേശീയ ആരോഗ്യ ദൗത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന മത്സരത്തിൽ ജില്ലയിലെ 30 സ്കൂളുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു. ഓലാട്ട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് കുമാർ PV, ദേശീയ ആരോഗ്യ ദൗത്യം ജൂനിയർ കൺസൾട്ടന്റ് കമൽ K. ജോസ്, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ, NSS വോളണ്ടിയർമാർ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ 2020 സെൻസർ റേഡിയേറ്റർ BS6 മോഡൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ MN സ്മാരക മന്ദിരത്തിൽ യോഗം ചേർന്നു. ഗുഡ്സ് ഓട്ടോറിക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത്. ഇരു ജില്ലകളിലും നിന്നെത്തിയ നിരവധി തൊഴിലാളികൾ 2020 സെൻസർ റേഡിയേറ്റർ BS6 മോഡൽ വാഹനവുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിക്കുന്ന തിക്താനുഭവങ്ങൾ യോഗത്തിൽ പങ്കുവയ്ക്കുകയും ഡീലർമാർ തുടർന്നു പോകുന്ന നിഷേധാത്മക സമീപനത്തെക്കുറിച്ചുള്ള അവരുടെ അനുഭവങ്ങൾ വിവരിക്കുകയും ചെയ്തു. വാട്ടർ കൂളുണ്ടോ, അങ്ങനെ നിരന്തര പ്രശ്നങ്ങളാണ്. ഈ വണ്ടി സർവീസ് ചെയ്യാൻ പറ്റില്ല, വെള്ളം കൊണ്ടാൽ അത് പ്രശ്നം. അങ്ങനെ പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാവുകയും അത് ആരോട് പറയാത്തോടെ അറിയായിരിക്കും ഓരോ കാലത്തും അവർ അനുഭവിച്ച വിഷമം. ഇപ്പോഴത് പല ഇപ്പോൾ വിനോദം ഈ കാര്യം ഏറ്റതിന് ശേഷം കുറച്ച് വണ്ടികൾ നമ്മൾ ഇന്ത്യയിലെ കാര്യങ്ങളിലും അവർ പഠിക്കാൻ ചെയ്യാതെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് നോക്കുമ്പോൾ ഇതിൻ്റെ പാർട്സ് കിട്ടാത്ത വിഷയമുണ്ട്. കിട്ടാത്ത മാത്രമല്ല ഒരുപാട് പൈസ പൊതുവെ നമ്മുടെ വണ്ടിക്കാരെ നമുക്കറിയാം. നമ്മുടെ വണ്ടിക്ക് പോയി വന്നാൽ ഇപ്പോൾ പണിയെടുത്തൊരു മാസം ഒന്നും ചില വാക്കിയാൽ കഴിഞ്ഞാൽ പണി വരും. നമ്മൾ എന്തായാലും വിചാരിച്ചു അവസാനം ഇൻഷുറൻസ്
2020 സെൻസർ റേഡിയേറ്റർ BS6 മോഡൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നിരന്തരം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിരുത്തരവാദിത്വ സമീപനം തുടരുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനും യോഗം തീരുമാനിച്ചു. ഹുസൈൻ KK സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രാജേന്ദ്രൻ പയ്യന്നൂർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. വിവിധ യൂണിയൻ പ്രതിനിധികളായി ഉണ്ണിനായർ, കുഞ്ഞിരാമൻ, ബാലൻ എന്നിവരും സുരേഷ് കുമാർ, വിനോദ് KV എന്നിവരും സംസാരിച്ചു. ഭാവി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സതീശൻ ഒടയഞ്ചാലിനെ സെക്രട്ടറിയായും, മോഹൻദാസ് പാണത്തൂരിനെ പ്രസിഡന്റായും, സത്താർ ചാളക്കടവിനെ ഖജാൻജിയായും, റഷീദ് ചട്ടഞ്ചാൽ, അനൂപ് പുങ്ങഞ്ചാൽ, ബിജു പിലാത്തറ, ഹുസൈൻ KK പടന്നക്കാട് എന്നിവരടങ്ങുന്ന 7-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന MP ജോസഫ് ജ്ഞാന കേന്ദ്രയുടെ നേതൃത്വത്തിലുള്ള KM മാണി സ്മാരക കാരുണ്യ സൗജന്യ IAS അക്കാദമിയുടെ 3ാമത് ബാച്ചിന്റെ പരിശീലനം തുടങ്ങി. തൃക്കരിപ്പൂരിൽ നിന്ന് ഒരു ജില്ലാ കളക്ടർ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി നടന്നുവരുന്ന പരിശീലനത്തിന്റെ ഉദ്ഘാടനം ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് നിർവഹിച്ചു. റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ പരിശീലനം നൽകിവരുന്ന അക്കാദമി പ്രവർത്തിക്കുന്നത്. KM മാണി സ്മാരക കാരുണ്യ സൗജന്യ IAS അക്കാദമിയുടെ 3ാമത്തെ ബാച്ചിലേക്ക് തിരഞ്ഞെടുത്ത 60 വിദ്യാർത്ഥികൾക്കാണ് പ്രാഥമികഘട്ട പരിശീലനം നൽകുന്നത്. മുജമ്മൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തെങ്കിലും വായിച്ചിട്ടൊന്നും അല്ല. എനിക്ക് ജീവിതാനുഭവം പോലെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കഴിയും. ഒന്ന് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടക്കമുണ്ടാകും. നന്നായിട്ട് അധ്വാനിച്ചാൽ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അക്കാദമി ചെയർമാൻ MP ജോസഫ് അധ്യക്ഷത വഹിച്ചു. USS NMMS പരീക്ഷകളിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. K ശ്രീധരൻ മാസ്റ്റർ, KV രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് MT പീക്കാരി, ജാബിർ സഖാഫി, EV ദാമോദരൻ, P ശശിധരൻ മാസ്റ്റർ, P അബ്ദുൾ ബാസിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സിവിൽ സർവീസ് ഓറിയന്റേഷൻ ക്ലാസിന് ഡോക്ടർ EK ജാബിർ വടകര നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. നിസ്വാർത്ഥ സേവനത്തിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ ജില്ലയിലെ മികച്ച ഡ്രിൽ ഇൻസ്ട്രക്ടറായി പ്രദീപൻ കോതോളിയെ തെരഞ്ഞെടുത്തു. മോനാച്ച വിവേകാനന്ദ ക്ലബ്ബ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ഉന്നത വിജയികൾക്കായുള്ള അനുമോദനവും ഒരുക്കി. വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പടന്നക്കാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും രോഗപ്രതിരോധ ബോധവൽക്കരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് നാടിന് അഭിമാനമായ പ്രതിഭകളായി മാറിയ ഉന്നത വിജയികൾക്കുള്ള അനുമോദിക്കൽ ചടങ്ങും നടന്നു. പടന്നക്കാട് ആയുർവേദ ആശുപത്രി NHM മെഡിക്കൽ ഓഫീസർ P രാജു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പരിശോധന നടത്തി. നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ ആയുർവേദ ആശുപത്രികളുടെയും ഡിസ്പെൻസറിയുടെയും കീഴിൽ സൗജന്യമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി വരാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആശുപത്രികളിലും ഡിസ്പെൻസറികളിലൊക്കെ സൗജന്യമായി മരുന്ന് ലഭിക്കുമെന്നിരിക്കെ ഈ മെഡിക്കൽ ക്യാമ്പിൽ തന്നെ സൗജന്യമായി നടത്തേണ്ട കാര്യം എന്താണ്? സാധാരണയായി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ആ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന പരിസരത്തുള്ള ജനങ്ങൾ 2 തരത്തിലുണ്ടാവാം. ഒന്ന് അസുഖമുള്ളവരും ഒന്ന് അസുഖമില്ലാത്തവരും. അസുഖമുള്ളവർ തന്നെ മരുന്ന് കഴിക്കുന്നവരുണ്ടാവാം, മരുന്ന് കഴിക്കാത്തവരുണ്ടാവാം. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ചിന്തിക്കുക, ക്യാമ്പ് എന്തായാലും നടക്കുന്നുണ്ടല്ലോ, ഇപ്പം കഴിക്കുന്ന മരുന്ന് തന്നെ കഴിച്ചാൽ മതിയോ, അല്ല മരുന്നിൽ നല്ല മാറ്റം വരുത്തണോ എന്നാലോചിച്ചിട്ട് ഒരു ക്യാമ്പിൽ വരും. ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീപതി മുഖ്യാതിഥിയായി പങ്കെടുത്ത് ഉപഹാരങ്ങൾ നൽകി. കേരള പൂരക്കളി അക്കാദമി അവാർഡ് ജേതാവ് മോനാച്ചയിലെ MV ശശീന്ദ്രൻ, SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ സൂര്യജിത്ത്, USS വിജയികളായ ആർദ്ര ജയചന്ദ്രൻ, MS ശിവകാമി മാധവ്, മുരളി എന്നിവരെയാണ് ആദരിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് P ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M പ്രമോദ് പണിക്കർ, ഗോകുലാനന്ദൻ മോനച്ച, P ജയകുമാർ, K ഗോപികൃഷ്ണൻ, P രാജേഷ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി രവി പെരിയടത്ത് സ്വാഗതവും MV സുജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആദ്യകാല സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായരുടെ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വണ്ണാർവയലിൽ സ്മൃതി സംഗമം നടന്നു.
ജില്ലയിലെ ആദ്യകാല സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായരുടെ 61ാമത് അനുസ്മരണ ദിനം ആചരിച്ചു. വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ സ്മൃതി മണ്ഡപത്തിൽ നാട്ടുകാരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ചിത്രകാരൻ ഡോക്ടർ സി ബാലൻ സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കെ PSP എന്ന് പറയുന്നത്, ഇപ്പോൾ PSP എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയില്ല, അങ്ങനെ എന്താ പറയുക, പ്രസ്ഥാനം തകർന്നു പോകും. സോഷ്യലിസ്റ്റുകാരുടെ നാട്ടിലുണ്ട്, പക്ഷെ ആ പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അന്ന് ഈ പറയുന്ന നമ്മൾ ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു PSP എന്ന് ഓർക്കുക. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, അദ്ദേഹം അതിൻ്റെ നേതാവായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്ത് പുതുമയിലും പള്ളിക്കരയിലും കാഞ്ഞങ്ങാടും കൊല്ലൂരിലും ഒക്കെ തന്നെ പഞ്ചായത്ത് അധ്യക്ഷന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പറയുന്ന PSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളായിരുന്നു എന്ന് അറിയുമ്പോഴാണ് അതെങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ എത്രമാത്രം സജീവമായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ വിശദമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ശ്രീ കൃഷ്ണൻ നായരുടെ ഓർമ്മകൾ ഈ നാട് ഇപ്പോഴും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് കേവലം അദ്ദേഹം PSP കാരനായതുകൊണ്ടോ അല്ലെങ്കിൽ അതല്ല, മറിച്ച് ഈ നാടിൻ്റെ ഗതിയെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും ഓർക്കാവുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്നുള്ളത് കൊണ്ടാണ് ആളുകളിലേക്ക് അക്ഷരത്തിന്റെ ദീപ്തി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിക്കുക. ചടങ്ങിൽ ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന, പി കുഞ്ഞമ്പു നായർ, പി കരുണാകരൻ നായർ, പി ഉണ്ണികൃഷ്ണൻ, പി പരമേശ്വരൻ, ഈശ്വരൻ എമ്പ്രാന്തിരി, മാടിക്കാൽ നാരായണൻ, രാജൻ വിഷ്ണുമംഗലം, വിജയൻ സുവർണമൊട്ട, അനിൽ പുള്ളിക്കാൽ, സൗമ്യ രവീന്ദ്രൻ, PV ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഒളവറ മുണ്ടിയക്കാവ് ദേവസ്വം ആധ്യാത്മിക കമ്മിറ്റി നേതൃത്വത്തിൽ വർത്തമാനകാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണവും രാമായണ പ്രശ്നോത്തരിയും നടത്തി. കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് പ്രഭാഷണവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചത്. ഒളവറ മുണ്ടിയക്കാവിൽ വർത്തമാനകാലത്തിൽ രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി. എനിക്കത് ചോദിക്കാനൊന്നും പോകാൻ കഴിയില്ലാന്ന് അന്ന് രത്നാകരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമായണമില്ല. മന്ധര അന്ന് രാത്രി ഇടപെട്ടില്ലെങ്കിൽ രാമായണമില്ല. ശ്രീരാമൻ ചക്രവർത്തിയായി പിറ്റേന്നാള് പട്ടാഭിഷേകം നടത്തിയെന്ന് വിചാരിക്കാം. പിറ്റേത്തെ കൊല്ലം ശ്രീരാമന്റെ ചക്രവർത്തിയുടെ 1ാം വാർഷികം, അതിന്റെ പിറ്റേത്തെ കൊല്ലം 2ാം വാർഷികം, അങ്ങനെ 50ആകുമ്പോൾ സിൽവർ ജൂബിലിയോ, അങ്ങനെ ഒരു ദിവസം മനോരമ പത്രത്തിൽ കേൾക്കാം ശ്രീരാമൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതൊക്കെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ എത്ര പേജ് ഉണ്ടാവും? KP മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. P സുദർശനൻ സംസാരിച്ചു. അഡ്വക്കേറ്റ് അനിൽകുമാർ പിലാത്തറയുടെ നേതൃത്വത്തിൽ നടത്തിയ രാമായണം പ്രശ്നോത്തരിയിൽ PV സുബിത 1ാം സ്ഥാനം കരസ്ഥമാക്കി. AV രാധാമണിക്കാണ് 2ാം സ്ഥാനം. VM കുഞ്ഞിരാമൻ, രാധാ മുകുന്ദൻ എന്നിവർ 3ാം സ്ഥാനം പങ്കിട്ടു. രാമായണ മാസാചരണ സമാപനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സെപക് താക്രോക്കായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് രൂപീകൃതമായ പ്രഥമ ഫായ്ക താക്രോ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചു. ഇളമ്പച്ചിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. വിവിധ പ്രായപരിധിയിലുള്ളവർക്കായി ശാസ്ത്രീയമായ സ്ഥിരം പരിശീലനത്തിന് സൗകര്യമൊരുക്കുന്നതിനായി ആദ്യമായാണ് സെപക് താക്രോ അക്കാദമി രൂപീകൃതമായത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി ബാക്കിരിമുക്കിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളും സംഘാടകരും അണിനിരുന്ന ഘോഷയാത്രയും നടന്നു. ഇളമ്പച്ചിയിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഫായ്ക താക്രോ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നീട് ആവാസം ലഭിക്കണം. ഒരുപാട് ആൾ കടന്നു വരുമ്പോൾ അതിന് ചാൻസ് നഷ്ടപ്പെട്ടു.
അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരംഭത്തിൽ തന്നെ ഇതിന്റെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് ഇത് വളർത്തിക്കൊണ്ടുപോകുന്ന നല്ല ഒരു കർമ്മയായി മാറ്റുവാനുള്ള ആവശ്യമായ പ്രവർത്തനത്തിന് വായിക്കുകയും അതുപോലെ ജില്ലാ സെക്രട്ടറി അസോസിയേഷൻ തീരുമാനിച്ചു. സംഘാടക സമിതി ചെയർമാൻ VPP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഫൈക്ക അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുള്ള മുഖ്യാതിഥിയായിരുന്നു. സംഘാടക സമിതി കൺവീനർ C. അനിൽകുമാർ, ദേശീയ പരിശീലകനും സെപക് താക്രോ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ KV ബാബു, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ TV ബാലൻ, K. മധുസൂദനൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് PP അശോകൻ, സെപക് താക്രോ സംസ്ഥാന പരിശീലകൻ MTP ബഷീർ, തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ, ഫൈക്ക മാനേജർ M. മുജീബ് റഹ്മാൻ, VV കൃഷ്ണൻ, ഡോക്ടർ K. സുധാകരൻ, T. അമീർ ഹാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസ് ഫോറം ഹാളിൽ സായാഹ്ന മാധ്യമ സംഗമം ഒരുക്കി. മുൻ കണ്ണൂർ VC ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. തുല്യ ജോലിക്ക് തുല്യവേതനം അനുവദിക്കണമെന്ന ആവശ്യം NHM എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടന്നു. വ്യാപാരി വ്യവസായി സമിതി പെരിയ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. അനുമോദന യോഗവും സംഘടിപ്പിച്ചു. അജാനൂർ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. കേരള സ്റ്റേറ്റ് ഹയർ ഗൂഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പന്തൽ അലങ്കാരം ശബ്ദം വെളിച്ചം മാലക്കല്ല് മേഖലാ സമ്മേളനം നടന്നു. പൈനീക്കര ജോയ്സ് ഹോം സ്റ്റേയിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ദുരന്തഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുവാനുള്ള വളണ്ടിയർമാർക്ക് പരിശീലനം നൽകി. ട്രാക്ക് കാസർഗോഡുമായി സഹകരിച്ചാണ് പരിശീലനം നൽകിയത്. DYFI പാടാങ്കോട്ട് യൂണിറ്റ് സമ്മേളനം നടന്നു. അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.